ഗൈസ്, നമുക്കൊരു ഹെയർ കെയർ ചെയ്താലോ? എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിലെ എൻ്റെ റീൽസും യൂട്യൂബിലെ റീൽസ് അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഹെയർ കെയർ എങ്ങനെയാണ്, നല്ല രസമുണ്ടല്ലോ ഹെയർ കാണാനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഹെയർ കെയർ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നൊരു വ്യക്തിയല്ല. വീക്കിലി 3 പ്രാവശ്യം ഇല്ലെങ്കിൽ 2 പ്രാവശ്യം ഹെയർ വാഷാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നു ഡെയിലി എണ്ണ തേച്ചുള്ള കുളിയും കാര്യങ്ങളുമൊക്കെ. പിന്നെ അതിനുശേഷം ഇടയ്ക്ക് ഡാൻഡ്രഫിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് വീക്കിലി 4 പ്രാവശ്യമൊക്കെ ആക്കി. ഇപ്പം എനിക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നം അത്രയില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഹെയർ വാഷും ആഴ്ചയിൽ 2 പ്രാവശ്യം ഇല്ലെങ്കിൽ ഒരുപാട് ഓയിലി ആവുന്ന സമയങ്ങളിലൊക്കെ 3 പ്രാവശ്യമൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ ഹെയറിൽ ഞാൻ ട്രീറ്റഡ് ഹെയർ ആണ്. ഒരു 3-4 വർഷമായിട്ട് എൻ്റെ ഹെയർ ട്രീറ്റഡ് ആണ്. കല്യാണത്തിൻ്റെ സമയത്തായിരുന്നു ഞാൻ ആദ്യം എൻ്റെ ഹെയറിൽ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രാവശ്യം സ്മൂത്തനിങ് ആയിരുന്നു ചെയ്തത്. അതൊരു ഓൾമോസ്റ്റ് 2 വർഷമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ജർമ്മനിയിലേക്ക് വരുന്ന സമയത്ത് കെരാറ്റിൻ ആയിരുന്നു ചെയ്തത്. ഹെയർ സ്മൂത്തനിങ് കെരാറ്റിനിങ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഹെയർ സ്മൂത്തനിങ് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലായിരുന്നു. എനിക്ക് അതുപോലെ എൻ്റെ ഹെയർ വേണമെന്നും ഇല്ലായിരുന്നു. ഞാൻ ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ട് പ്രാർത്ഥിക്കായിരുന്നു വീണ്ടും എല്ലാം ഒന്ന് ലെങ്ത് വെച്ച് ബാക്ക് ടു നോർമൽ ആകാനായിട്ട്. അതിനുശേഷം ഞാൻ പിന്നെ ആലോചിച്ചു ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് വല്ലതും ചെയ്യണോ എന്ന്. അങ്ങനെ പിന്നെ ഒന്ന് ട്രൈ ചെയ്തതാണ് കെരാറ്റിൻ. പക്ഷെ കെരാറ്റിൻ ചെയ്തപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. എനിക്കങ്ങനെ എൻ്റെ ഹെയറിൽ ഡാമേജസ് വന്നതായിട്ടും തോന്നിയില്ല. ഹെയർ അങ്ങനെ ഒത്തിരി തിന്നായതും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹെയർ കെരാറ്റിൻ കൊള്ളാലോ എന്ന്. അപ്പം ലാസ്റ്റ് ഇപ്പം നാട്ടിൽ പോയ സമയത്ത് ബൊട്ടോക്സ് കെരാറ്റിനാണ് ലാസ്റ്റ് എൻ്റെ ഹെയറിൽ ചെയ്തിട്ടുള്ളത്. ഇത്രയും ഇപ്പം 3 months ആയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട്. ഇന്ന് വരെയായിട്ട് എനിക്ക് അങ്ങനെ ഡാമേജസും കാര്യങ്ങളൊന്നും തോന്നിയില്ല. അപ്പോൾ എൻ്റെ ഹെയർ ട്രീറ്റഡ് ഹെയർ ആണ്. ഞാൻ യൂഷ്വലി എൻ്റെ ഒരു ഹെയർ റുട്ടീൻ എന്ന് പറയുന്നത്, എപ്പോഴൊക്കെ ഹെയർ വാഷ് ചെയ്യുമോ അപ്പോഴെല്ലാം ഞാൻ ഷാംപൂ, കണ്ടീഷണർ, ഹെയർ മാസ്ക് ഉപയോഗിച്ച് ഇത് 3 ഉപയോഗിച്ചാണ് ഒരു ഹെയർ വാഷ് കംപ്ലീറ്റ് ആക്കുന്നത്. നോർമൽ ഓയിലിംഗ് ചെയ്യും. അങ്ങനെ. അപ്പം നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ കാച്ചിയ എണ്ണ അങ്ങനെ ഉപയോഗിച്ചിട്ടേ ഇല്ല. കാരണം എനിക്കത് ഉപയോഗിക്കാൻ പേടിയാണ്. കാരണം നമ്മൾ അങ്ങനെ ഒരു റുട്ടീൻ കൊണ്ടുപോവുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ അത് പിന്നീട് വലിയ ഇഷ്യൂ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ എൻ്റെ ഹെയറിൽ അങ്ങനെ കാച്ചിയ എണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യിച്ചിട്ടില്ല. ഞാൻ നോർമൽ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു സംഭവം കിട്ടില്ല, ഈ അങ്ങാടിക്കട ആയുർവേദ കടയിൽ നിന്ന് ഇങ്ങനെ ഒരുതരം മരുന്ന്, അതിട്ട് കഴിയുമ്പോൾ റെഡ് കളറിൽ ഓയിലാകും. അതായിരുന്നു എൻ്റെ ഒരു സ്ഥിരം ഒരു എന്താ പറയുക, 10th +2 നഴ്സിംഗ് ആ ഒരു ഹോൾ പീരിയഡിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന അതായിരുന്നു. അത് അടിപൊളി ഒരു എണ്ണയായിരുന്നു. പിന്നെ ജർമ്മനിയിലേക്ക് വന്നപ്പം അതിങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ തീർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് അവൈലബിൾ അല്ല ഇവിടെ. അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ അതായത് നല്ല കോക്കനട്ട് ഓയിലായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഭയങ്കര ഹാർഡ് വാട്ടറാണ്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്ത് ഓയിൽ കൊണ്ടുവരും. പിന്നെ ഞാൻ ഇങ്ങനെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ആൽമണ്ട് ഓയിൽ ഹാർഡ് വാട്ടറിന് നല്ലതാണെന്ന് കരുതി ഞാൻ നാട്ടിൽ നിന്ന് നമ്മുടെ ഡാബറിൻ്റെ ആൽമണ്ട് ഓയിൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് ഫസ്റ്റ് യൂസിൽ തന്നെ എൻ്റെ കയ്യിൽ ഒരു കൊട്ട മുടിയായിരുന്നു എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ ആ ഒരു ഫസ്റ്റ് യൂസ് കൊണ്ട് തന്നെ അതിൻ്റെ ഉപയോഗം ഞാൻ നിർത്തി. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഡാബറിൻ്റെ ആ ആൽമണ്ട് ഓയിൽ നല്ല സ്മെല്ലാണ്. പക്ഷേ അതിനകത്ത് ഒരുപാട് ഹാർഡ് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് നമ്മുടെ ബോഡി ഓയിൽ ഒന്നുമായിട്ട് ഞാൻ അതുപോലെ കൊണ്ടക്കളഞ്ഞു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിനി വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വെൽക്കം ബാക്ക്. ആൻഡ് ഇറ്റ്സ് അവർ ഹെയർ റുട്ടീൻ ഡേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ ബ്രഷിംഗ് ആണ്. ഞാൻ ഓയിൽ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മുടി നല്ലപോലെ ബ്രഷ് ചെയ്യും. ബ്രഷ് ചെയ്ത് കെട്ടൊക്കെ ഉണ്ടെങ്കിൽ കളയും. എൻ്റെ മുടി കെട്ട് വീഴുന്നത് നമ്മൾ ഒരുപാട് നേരം ഓപ്പൺ ഹെയർ ആയിട്ട് ഇട്ട് കഴിയുമ്പോഴാണ് എൻ്റെ മുടി കൂടുതലും കെട്ട് വീഴുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല.
അപ്പോൾ ഇതാണ് എൻ്റെ മുടിയുടെ ലെങ്ത്ത്. എൻ്റെ മുടിയുടെ ലെങ്ത്ത് നാട്ടിൽ പോയി കെറാ സ്മൂത്തനിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ലെങ്ത്ത് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് എൻ്റെ ഈ ഒരു റുട്ടീൻ കാരണം എൻ്റെ ഒരു ഹെയർ ഫോൾ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. ആദ്യമൊക്കെ ജർമ്മനി വന്ന സമയത്ത് നല്ല ഹെയർ ഫോൾ ആയിരുന്നു. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കാസ്റ്റർ ഓയിലാണ്. അത് കഴിഞ്ഞ് ഞാനൊരു 4-5 മാസമായിട്ടാണ് ഈ കാസ്റ്റർ ഓയിൽ ഭയങ്കര ഹാർഡാണല്ലോ, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഓയിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്നത് എസെൻഷ്യൽ ഓയിലാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എസെൻഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ച വെളിച്ചെണ്ണയും കാസ്റ്റർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് നല്ല പോലെ രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിലിംഗ് ചെയ്യാം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നില്ല, ചില സമയത്തൊക്കെയാണ് ഞാൻ ഡബിൾ ബോയിലിംഗ് ചെയ്യാറ്. നല്ല പോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് നല്ലപോലെ ഫ്രണ്ടും ബാക്കും ഒക്കെ നല്ലപോലെ മസാജ് ചെയ്യും. അതിനുശേഷം ഞാനൊരു സ്കാൽപ്പ് മസാജിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അല്ല 15 മിനിറ്റ് ഇതുപോലെ. ഇത് വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ തന്നെ സ്കാൽപ്പിൻ്റെ ഹെൽത്തിനും വളരെ ബെനഫിറ്റ് ഉള്ളതാണ് ഈ സ്കാൽപ്പ് ബ്രഷ് മസാജിങ് എന്ന് പറയുന്നത്. കുറച്ച് നേരം അങ്ങനെ ബ്രഷൊക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ മുടിയൊന്ന് നല്ലപോലെ കെട്ടിവെക്കും. അതങ്ങനെ ഒരു മണിക്കൂർ ഞാൻ എന്തായാലും കുറഞ്ഞത് 1 മണിക്കൂർ ഓയിലൊന്ന് തലയിൽ നല്ലപോലെ ഇറങ്ങാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. ആ സമയം കൊണ്ട് ഞാൻ ചെയ്ത് തീർക്കേണ്ട ജോലികളൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഈ സെയിം റൂട്ടീൻ ഉപയോഗിച്ചാണ്. അല്ലാണ്ട് ഞാൻ ഇതിനിടയിൽ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാറില്ല. എനിക്ക് പൊതുവേ മുടിയിൽ എണ്ണ തേക്കുന്നത് തന്നെ ഭയങ്കര മടിയാണ്. അപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും ഓയിൽ ചെയ്ത് തന്നെയാണ്. അങ്ങനെ ഇപ്പം ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു ഞാൻ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട്. ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡാക്കി ആ ഒരു സമയം കൊണ്ട്. അപ്പം ഇനി ഞാൻ പോയിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് വരാം. ഹെയർ വാഷിന് ഞാൻ എൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോയിൽ ഒരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗിന് പോയപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് ഷാമ്പൂ ആണ് കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 months ആയിട്ട് ഒലാപ്ലെക്സിൻ്റെ ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം. എൻ്റെ ഹെയറിൽ ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ കണ്ടീഷണർ വന്നിട്ട് ഒലാപ്ലെക്സിൻ്റെ ആണ്. അതുപോലെ ഹെയർ മാസ്ക് ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഹെയർ മാസ്ക് ലോറിയലിൻ്റെ ആണ്. ഞാൻ പറഞ്ഞിരുന്നില്ല, ജർമ്മനി വന്നപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോളിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം ഇവിടുത്തെ ഹാർഡ് വാട്ടർ തന്നെയാണ്. അപ്പം ഹെയർ ഫോളിൻ്റെ കാരണം പല കാരണങ്ങളുണ്ടാകാം. നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി കാരണം, ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ കാരണം വരാം. ഞാൻ എൻ്റെ ബ്ലഡും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തിട്ടും എനിക്കെല്ലാം നോർമലായിരുന്നു. ഞാനിപ്പോൾ ഈ ഒരു ഹെയർ റൂട്ടീൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്, ഞാൻ ബയോട്ടിൻ സിങ്ക് ക്യാപ്സ്യൂൾസ് കഴിക്കാറുണ്ട്. ഞാൻ ഡെയിലി കഴിവതും ഞാൻ കഴിക്കാൻ നോക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഇന്ന് തൊട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു റെമഡിയാണിത്. ഇത് വന്നിട്ട് റോസ്മേരി ലീവ്സും ക്ലോവ്സിലെ ഗ്രാമ്പൂ ഇത് രണ്ടും കൂടെ നല്ല പോലെ തിളപ്പിച്ച് 1 day ഓവർനൈറ്റ് വെച്ചിട്ട് ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാം എന്ന് ഓർത്തു. കാരണം ഞാൻ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ബേബി ഹെയർ പുതിയത് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞ് നനവോടെ തന്നെ ഈ ഒരു വെള്ളം നമുക്ക് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും ഞാൻ നിങ്ങൾക്ക് വഴിയെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഹെയർ വാഷ് കഴിഞ്ഞിട്ടും ഈ ഒരു റുട്ടീനും ഫോളോ ചെയ്ത് നോക്കാം. നോർമലി ഹെയർ വാഷ് കഴിഞ്ഞ് ഞാൻ എയർ ഡ്രൈ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ നേരം പെട്ടെന്ന് നിങ്ങളെ മുടിയൊന്ന് ഡ്രൈ ചെയ്ത് കാണിക്കാനായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. പിന്നെ അതുപോലെ എവിടെയെങ്കിലും നമ്മൾ പോകാനുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യും പെട്ടെന്ന് ഹെയർ ഡ്രൈ ആവാനായിട്ട്. ഇനി ഇത് ചെയ്യുന്നത് മുടിക്ക് ഡാമേജ് അല്ലേ എന്ന് കരുതുന്നവരോട് നമ്മൾ വല്ലപ്പോഴും അല്ലേ ചെയ്യുന്നുള്ളൂ, സ്ഥിരമായിട്ടല്ലല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള ഹീറ്റ് പ്രൊട്ടക്റ്റഡും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ മുടിയിൽ നല്ലപോലെ ഹെയർ സിറം അപ്ലൈ ചെയ്യും. ഞാൻ നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണ് സ്ട്രീക്സിൻ്റെ സിറം. സ്ട്രീക്സിൻ്റെ സിറത്തിനെ തോപ്പിക്കാൻ മറ്റൊരു സിറത്തിനും ആവില്ല മക്കളെ. ഈ ഹെയർ സിറം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ മുടിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 5-6 വർഷത്തോളമായി. ഈ ഹെയർ സിറം ശരിക്കും സ്പ്ലിറ്റൻസിനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് LKG UKG ഒക്കെ പഠിക്കുമ്പോഴേ എനിക്ക് ഹിപ്പ്
ഒപ്പം മുടി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് 2 പേർക്കും നല്ല നീളത്തിന് മുടി കിടക്കുന്നത്. അമ്മയുടെ ഭയങ്കര ആഗ്രഹമാണ് കല്യാണത്തിന് വിഗൊന്നും ഉപയോഗിക്കാതെ സ്വന്തം മുടി തന്നെ ബ്രെയ്ഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് അമ്മ ചെറുപ്പത്തിൽ തന്നെ കുട്ടിയായിട്ടിരിക്കുമ്പോഴേ ഞങ്ങളുടെയൊക്കെ മുടിയിൽ താളി കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനൊരു +2 വരെ എൻ്റെ മുടിയിൽ ഷാമ്പു ഉപയോഗിക്കുകയില്ലായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര കെമിക്കലാണ്, മുടിക്ക് ഭയങ്കര ഡാമേജ് കൊണ്ടുവരും എന്നായിരുന്നു. എന്നിട്ട് ഹോസ്റ്റലിലൊക്കെ പോയ സമയത്ത് അമ്മ ഉഴുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിച്ചൊക്കെ തന്നു വിടുമായിരുന്നു. എന്നെ സംബന്ധിച്ച് മുടി ഒന്ന് ചെറുതായിട്ട് കൊഴിയുന്നത് കണ്ടാൽ തന്നെ ടെൻഷനാണ്. ഇതാണ് അപ്പോൾ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ. ഈ ഒരു ബേസിക് സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ സ്ഥിരം ഫോളോ ചെയ്യുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വല്ല ചേഞ്ചസും തോന്നിയാൽ ഷാമ്പു ചേഞ്ച് ചെയ്യും, ഇല്ലെങ്കിൽ ഹെയർ മാസ്ക് ചേഞ്ച് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ 4-5 മാസങ്ങളായിട്ട് ഞാൻ ഒലാപ്ലെക്സിൻ്റെ ഷാമ്പുവും കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ തന്നെ ഒരു ബയോ ഓയിലുണ്ട്, അതെനിക്കൊന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട്. നോക്കട്ടെ, നമുക്ക് വഴിയെ ട്രൈ ചെയ്യാം. എനിക്കെപ്പോഴും ഹെയർ കെയർ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേയിൽ, ഇന്നല്ല നാളെ, ആ ഒരു ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഹെയർ നമ്മൾ എപ്പോഴും സ്റ്റൈൽ ചെയ്യുമ്പോഴെല്ലാം ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് ഡേ ബൈ ഡേ നമ്മുടെ സ്കാൽപ്പ്, ഞാൻ പ്രത്യേകിച്ച് എൻ്റെ സ്കാൽപ്പ് ഓയിലിയാണ്. ഞാനിപ്പോൾ ഈ ബയോട്ടിൻ ക്യാപ്സ്യൂളൊക്കെ എടുക്കുന്നതുകൊണ്ട് എൻ്റെ നമ്മുടെ ഹെയർ കുറച്ചുകൂടി ഓയിലി ആകും. പിന്നെ അതുമല്ല, നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നത് കൊണ്ട് എക്സ്ട്രാ കുറച്ചുകൂടി പെട്ടെന്ന് സ്വെറ്റൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഓയിലി ആവും. അങ്ങനെ ഓയിലി ആവുന്ന സമയങ്ങളിൽ ഞാൻ പെട്ടെന്ന് ഹെയർ വാഷ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം കൂടുമ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യും എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെയാണ്. ഇപ്പം ഇവിടെ വന്നിട്ട് എൻ്റെ ഹെയറിന്, ഇപ്പം ഞാൻ എൻ്റെ ഹെയർ കാണിച്ചല്ലോ, ഹെയർ ഫോൾ ആയാൽ പോലും ഒരുപാട് കമ്പാരിറ്റീവ്ലി ആദ്യം ജർമ്മനി വന്ന സമയത്തേക്ക് വെച്ചാണെങ്കിലും ഒരുപാട് കുറവുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഇവിടെയൊക്കെ ആയാലും ഇത് കണ്ടില്ലേ, ഇതൊക്കെ ആ റോസ്മേരി ഓയിൽ, എസെൻഷ്യൽ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കിങ്ങനെ ബേബി ഹെയർസൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ അതാണ് ഞാൻ പിന്നെ നമുക്കെന്നാ എസെൻഷ്യൽ ഓയിലിന് പകരം ഈ റോസ്മേരി ലീവ്സ് കൊണ്ട് ഇതുപോലെ ഹെയറിന് ഞാൻ അതിൻ്റെ ആ ഒരു എസെൻസ് എടുത്തുള്ള വെള്ളം നമുക്കൊന്ന് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു. അത് ഞാനൊരു ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ കണ്ടിട്ട് ട്രൈ ചെയ്യുന്നതാണ്. നോക്കാം, അത് ഉപയോഗിച്ചിട്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഞാനത് വഴിയെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.